ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന മഹാരാഷ്ട്ര വഡാല സ്വദേശി നസീം ഖാനെ കോഴിക്കോട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗാളിലെ ഒരു വലിയ തട്ടിപ്പുകാരനെ പിടിച്ചതിന് പിന്നാലെയാണ് മറ്റൊരിടത്തു നിന്നുള്ള ഒരു തട്ടിപ്പുകാരൻ കൂടി. പുതിയറ കാളൂർ ക്ഷേത്രം, വേട്ടക്കുരുമകൻ ക്ഷേത്രം, മുതലക്കുളം ക്ഷേത്രം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലാണ് ഇയാൾ മോഷണം നടത്തിയിട്ടുള്ളത്. വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോകുന്ന ഭണ്ഡാരം മോട്ടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം ഞങ്ങൾക്ക് കിട്ടി. കൺസിക്യൂട്ടീവ് വിഷ്വൽസ് എടുത്ത സമയത്ത് ഒരു കടയിൽ കയറി എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കടക്കാരന് വ്യക്തമായിട്ട് റെക്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ചോദിച്ചതെന്ന്. പുള്ളി മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോൾ മലയാളത്തിലാണ് സംസാരിച്ചതെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CCTV ദൃശ്യം അദ്ദേഹത്തെ കാണിക്കുകയും ആ കടകളിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി പെക്യുലാരിറ്റീസ്, ബാക്കി നടക്കുന്ന രീതി ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം ജൂബിലി ഹാളിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആക്സിഡൻ്റലി വന്ന് പെട്ടതാണ്. ഈ ക്യാഷ് അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ചോദിച്ചപ്പോൾ അത് വൈഫിൻ്റെ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഹമാര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, മേര അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫ്രീസ് ചെയ്യാനായിട്ട് മെയിൽ ചെയ്യുന്നുണ്ട്, ബാങ്കിന് മെയിൽ ചെയ്യുന്നുണ്ട്, ഇൻറ്റിമേഷൻ പോകുന്നുണ്ട്. അഖില CP ഉണ്ട് വിവരങ്ങളുമായി. അഖില, യാദൃശ്ചികമായി പോലീസിന് മുമ്പിൽ വന്ന് പെട്ടതാണ്. പോലീസ് കൃത്യമായി പിടിക്കുകയും ചെയ്തു. കോഴിക്കോട് തന്നെ പല ക്ഷേത്രങ്ങളിൽ ഇയാൾ കവർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ് മോഹൻ എന്ന ജഗദീഷ്, അതായത് നിരവധി കേസുകളിൽ പ്രതിയാണ്. അതായത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം നടത്തുന്നത് എന്നാണ് ഒരു പ്രത്യേകത. അതായത് ഈ പോലീസിനും അതേപോലെ നാട്ടുകാർക്കും ഒക്കെ ഒരേപോലെ ശല്യമായിട്ടുള്ള ഒരാളെയാണ് ഇന്നലെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ആദ്യം 2 ക്ഷേത്രങ്ങളിലൊക്കെ മോഷണം നടത്തി. പക്ഷേ ആ മോഷണങ്ങളിലൊന്നും പിടികൂടുന്നില്ല, അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പ്രതിക്ക് ആത്മവിശ്വാസം കൂടി. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കറുത്ത ഷർട്ടും ഇത്തരത്തിൽ മാസ്കും ഒക്കെ ഉപയോഗിച്ചായിരുന്നു പ്രതി ആദ്യം മോഷണം നടത്തിയിരുന്നത്. പക്ഷേ ആദ്യ മോഷണങ്ങളിലൊന്നും പിടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആത്മവിശ്വാസം കൂടി പതിയെ മാസ്ക് ഒക്കെ പ്രതി മാറ്റി. അങ്ങനെയാണ് പോലീസ് ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് പ്രതിയുടെ നടത്തം പോലീസ് നിരീക്ഷിക്കുന്നു. CCTV ക്യാമറ, അതായത് പരിസരത്തെ എല്ലാ CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നു. അത്തരത്തിൽ ഇങ്ങനെ മാസ്ക് മാറ്റിയപ്പോഴാണ് ഒരു പ്രതിയുടെ കൃത്യമായ ഒരു രൂപം പോലീസിന് മനസ്സിലാകുന്നത്. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ ഇന്നലെ പിടികൂടിയത്. അതായത് പുതിയറ കാളൂർ ദേവി ക്ഷേത്രം, വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം, ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന പ്രതിയാണ് നസീം ഖാൻ എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇയാൾ മോഷ്ടിക്കുന്ന പണം വളരെ ചെറിയ തുകകളായ, അതായത് 2500, 3000 അത്തരം ചെറിയ തുകകളായ ഒരു അക്കൗണ്ടിലേക്ക് തുടർച്ചയായി അയക്കുന്നുണ്ട്. ആ അക്കൗണ്ടിന്റെ വിവരങ്ങൾ, അതായത് ഒരു സമയം പ്രതിയുടെ അക്കൗണ്ട് ആണെന്ന് പറയുന്നു, മറ്റൊരു സമയം അത് ഭാര്യയുടെ അക്കൗണ്ട് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു വ്യക്തത വരുത്തിയിട്ടില്ല. എന്നിരുന്നാലും പോലീസ് അത് മരവിപ്പിക്കാനുള്ള, അതായത് അക്കൗണ്ട് ബാങ്കിന് ബന്ധപ്പെട്ട് അത് മരവിപ്പിക്കാനുള്ള ഒരു നടപടിയിലാണ് ഇപ്പോൾ പോലീസ്.